എടി ഞാൻ വീട്ടിൽ ഭയങ്കര ബോറടിച്ചിരിക്കുക, സിനിമയ്ക്ക് പോയാലോ? എടി നീ എന്തോന്നാ പറയുന്നേ? എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴേലും പോയാൽ മതിയോ? ഓ ആണല്ലേ, എന്നാ പിന്നെ നമുക്ക് പിന്നെ നോക്കാം അല്ലേടി. ഓക്കേടി എന്നാ ശരി. ശരിടി, ബായ്. ആരാ ഫോണില്? അത് പ്രിയാണ് രാഹുലേട്ടാ. അവള് സിനിമയ്ക്ക് പോന്നോന്ന് പറഞ്ഞോണ്ട് വിളിച്ചതാ. പക്ഷെ ഇപ്പൊ പോവാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇല്ലാന്ന് പറഞ്ഞു. ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഓഹോ, അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുവായിരുന്നല്ലേ? എടാ ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നല്ല, ആക്ച്വലി ഞാൻ പറയാൻ വന്നത് പുറത്തൊരാര്. അതൊക്കെ വിട് രാഹുലേട്ടാ, ആദ്യം ഇവിടെ വന്നിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോണി ഞാൻ പറയണമെന്ന് കേൾക്കുന്നു. പൊന്ന് രാഹുലേട്ടാ, ആദ്യം ഞാൻ അങ്ങോട്ട് പറയുന്നു കേക്ക്. ഇന്നലെ ഞാനാണെങ്കിലേ ഫേസ്ബുക്കില് NBTC എന്ന് പറയുന്ന ഒരു ബാങ്കിന്റെ ലോണിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പരസ്യത്തിനകത്തോട് ഞാൻ ചെന്നിട്ട് ആ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തപ്പോഴത്തേനും അവരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ. ആ ജീവനക്കാരൻ അയാളുടെ ID ഒക്കെ എനിക്ക് അയച്ചു തന്നു. പിന്നെ പ്രൊഫൈൽ ആയാലും കുറച്ച് ജെനുവിൻ ആയിട്ടാ തോന്നി. അപ്പൊ ഞാൻ ആ പ്രോസസ്സിംഗ് ഫീ അങ്ങോട്ട് അയച്ചു കൊടുത്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഫ്രിഡ്ജൊക്കെ എത്ര നാള് പഴക്കമുള്ളതാ, അതൊക്കെ ഒന്ന് മാറ്റണ്ടേ നമുക്ക്? എന്താ രാഹുലേട്ടൻ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? എന്റെ പൊന്നു സോണി, ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ വിശ്വസിക്കാനേ നിൽക്കാൻ പാടില്ല. അതെന്താ? പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ NBFC വഴിയുള്ള ബാങ്കോ ഒന്നും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒന്നും ഇടപാട് നടത്താൻ അവർ നിൽക്കില്ല. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഓർത്തോ, അത് തട്ടിപ്പാണ്. അയ്യോ ഏട്ടാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. മാത്രമല്ല, നമ്മൾ ഇത്തരം വരുന്ന സോഷ്യൽ മീഡിയ പേജുകൾ അത് വെരിഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇത്തരം ഫ്രോഡുകൾ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കും. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിലാണ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത്തരം ആളുകൾക്ക് നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഒരിക്കലും കൈമാറാൻ പാടില്ല. താങ്ക് യു ഏട്ടാ. ഇപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു, എനിക്ക് എന്തായിരുന്നു പറ്റുന്നത്? നിനക്ക് അവരെന്തോ ഐഡിയ എന്തോ അയച്ചെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതൊരു പുതിയ തരം തട്ടിപ്പാണ്. കാരണം ഒരു ബാങ്ക് ജീവനക്കാരും അവരുടെ പേഴ്സണൽ ID ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും അയച്ചു തരില്ല. ഇനി അഥവാ നീ ഇതിൽ തട്ടിപ്പിന് ഇരയെന്ന് വെച്ചോ, അപ്പൊ ഉടനെ തന്നെ 1930 എന്നുള്ള ഗവൺമെന്റിന്റെ നമ്പറിലേക്ക് വിളിക്കും. ഇനി അതല്ല, ഇവരെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.cybercrime.government.in എന്നുള്ള വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്താലും മതി. ഓക്കെ ഏട്ടാ, എന്തായാലും അടുത്ത തവണ ഞാൻ ശ്രദ്ധിച്ചിരിക്കും. അല്ല, ഏട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് നിന്റെ കൂട്ടുകാരി പ്രിയ അവിടെ പുറത്ത് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രിയ